ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രീ വെർഷനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് അവർ പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഷിയർ മോഡലൊക്കെ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു വെജിറ്റേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ പ്രോ വെർഷൻ വേണം. കാരണം നല്ല മരങ്ങൾ പ്രോ വെർഷനിലാണുള്ളത് എന്നൊരു അഭിപ്രായമുണ്ട്. അതെനിക്കും ഉണ്ട്. നല്ല മരങ്ങളുള്ള പ്രോ വെർഷനിലാണ്, ഡൈനാമിക് ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഉള്ളത് പ്രോ വെർഷനിലാണ്. ഫ്രീ വെർഷനിൽ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ലിമിറ്റഡ് ആയിട്ടാണല്ലോ നേച്ചറിലുള്ള മോഡൽസ്, അതായത് ഇപ്പോൾ അസറ്റ് ലൈബ്രറിയിൽ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നേച്ചറിനകത്തുള്ള എല്ലാം കണ്ടോ പ്രോ എന്ന് എഴുതി കണ്ടില്ല. അതിൽ തന്നെ ഈ ബ്രോഡ് ലീഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഫ്രീ ഫസ്റ്റ് എന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആകെ ഈ ഒരു കാണുന്ന ഒരു സെറ്റ് ഓഫ് മരങ്ങളേ ഉള്ളൂ. അതൊരു പോയിന്റ് കഴിഞ്ഞാൽ അതും പ്രോയിലേക്ക് തന്നെ പോകുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ പിന്നെ പ്രോ ആയി. ഇതിന്റെ മേലേക്ക് ഉള്ള മരങ്ങളേ ഉള്ളൂ നല്ല മരങ്ങളായിട്ട് ഫ്രീ വെർഷനിൽ കിട്ടാൻ. ഇപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു റെൻഡർ എടുക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇപ്പോൾ കറൻ്റ്ലി കത്തിക്കയറി നിൽക്കുന്ന ഒരു സാധനമാണ് ഗൂഗിളിൻ്റെ നാനോ ബനാന. കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു AI ആണത്. അത് ഒരു പരിധി വരെയൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എനിക്കിപ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിമിറ്റ് ഇതുവരെ അടിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പം അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊന്ന് ഞാൻ പ്രത്യേകം ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, കുറച്ച് മെച്ചപ്പെട്ട റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്ന ഒരു എക്സ്റ്റീരിയർ റെൻഡറാണ്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മരം അതുപോലെ ഈ കാണുന്ന ഈ ഒരു മരം, ഇതൊക്കെ പ്രോ വെർഷനാണ്. ഞാൻ അത് രണ്ടും ഞാൻ തട്ടുകയാണ്, അത് വലിയ ഇതുമില്ല. പിന്നെ ഇവിടെയൊക്കെ ഞാൻ മരങ്ങൾ വെച്ചിട്ടുണ്ട്, അതും സ്കാറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും നമുക്ക് റിമൂവ് ചെയ്യാം. അവിടെ ഒരു സ്കാറ്റർ ഉണ്ട്. ഈ പ്ലെയിനിലൊക്കെ ഞാൻ മരങ്ങൾ വെച്ചിട്ടുണ്ട്, അത് കളയാം. പിന്നെ ഇവിടെ എവിടേക്കോ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ല. ബാക്കിയെല്ലാം ഫ്രീ വെർഷനിലുള്ളതാണ്. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ബാക്ക് ഡ്രോപ്പ് ആണ് കേട്ടോ, നമുക്ക് ഫ്രീ വെർഷനിൽ അവൈലബിൾ ആണ്. ഇനി അത് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്യാം, ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഫ്രീയിൽ കിട്ടണുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മോഡൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്രീ വെർഷനിൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോ വെർഷൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ ആ ബാക്ക് ഡ്രോപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് കേട്ടോ. ഇത് നമുക്ക് ഫ്രീയിൽ അവൈലബിൾ ആണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഷോട്ട് ഞാൻ എടുത്തു. റെൻഡർ എടുത്തിട്ടില്ല, സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. റെൻഡർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായി കിട്ടിയാണ്. സ്ക്രീൻഷോട്ട് എടുത്തു. ഇത് നമുക്ക് D5ൻ്റെ ഫ്രീ വെർഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഇത്രയും എനിക്കൊരു കാര്യം. ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നേരെ ഗൂഗിളിലേക്ക് പോയിട്ട് ഞാൻ ചാറ്റ് GPT പറഞ്ഞു, ഒരു നാനോ ബനാന കൊടുക്കാനുള്ള ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് വേണം, D5യുടെ ഒരു മോഡലാണ് എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ഫോട്ടോ റിയലിസ്റ്റിക് ആക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതൊരു പ്രോംപ്റ്റ് എനിക്ക് തന്നു ബനാന ഉപയോഗിക്കാൻ. പക്ഷേ ഈ പ്രോംപ്റ്റിൽ അവർ ലൈറ്റിംഗ് ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പം ലൈറ്റിംഗ് നമുക്ക് മാറണ്ട, കാരണം ഈ കാണുന്ന ലുക്ക് നമുക്ക് മാറേണ്ട കാര്യമില്ലല്ലോ. ആകെ എൻവയോൺമെൻറ്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി എന്താ പറയുക, പ്രോംപ്റ്റിനെ ഒന്നും കൂടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഫോക്കസ് ഓൺ ആഡിങ് വെജിറ്റേഷൻ റിഫ്ലക്ഷൻ. ഇത്രയും മതി എനിക്ക്. വിൻഡോയിൽ റിഫ്ലക്ഷൻ വരണം, ചെടികളുടെ ചുറ്റിനും വെജിറ്റേഷൻ വരണം. അപ്പോൾ എനിക്കൊരു പ്രോംപ്റ്റ് ഇവിടെ കിട്ടി. കണ്ടില്ലേ, ഈ ഒരു ഇത്രയും വലിയൊരു പ്രോംപ്റ്റ്. ഇതിൽ തന്നെ താഴേക്ക് പോകുമ്പോൾ ഈ ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി ലൈറ്റിംഗ് എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ തട്ടി എനിക്കാകെ ഇവിടം വരെ മതി. ഇത്രയും ഭാഗം എനിക്ക് ആവശ്യമുള്ളൂ. അതിൽ തന്നെ ഈ പ്ലേസ് വെജിറ്റേഷൻ എന്ന് പറയുന്ന അവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ടെങ്കിൽ വെജിറ്റേഷൻ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഈ ഒരു സാധനം നാനോ ബനാന, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ജസ്റ്റ് നാനോ ബനാന സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ കാണാം ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് എന്ന്. ഇത് ഓപ്പൺ ആക്കുക, അതിനകത്ത് വരും. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. എന്നിട്ട് ഈ ട്രൈ നാനോ ബനാന, ഈ നാനോ ബനാന ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ഫയൽ അടിച്ചിട്ട് കൊടുക്കാവുന്നുള്ളൂ. ഏത് ഇമേജ് ആണോ എന്ന് വെച്ചാൽ ആ ഇമേജിൽ ഓപ്പൺ ആക്കിയിട്ട് അപ്ലോഡ് ഫയൽ. പിന്നെ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ചാറ്റ് GPTയിൽ കിടക്കുന്ന ഈ ഒരു പ്രോംപ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ എടുത്ത് അത് ഇത്രയും മതി നമുക്ക്. എലഗൻറ്റ് ഫീൽ വരെ മതിയോ? അല്ല, ഇത് എടുക്കാം, ഫസാഡ് വരെ എടുക്കാം. കോപ്പി ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് ഇടുന്നു. പിന്നെ ഇവിടെ ഒരു ഓവർ ക്രൗഡിങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ ആസ് വെൽ ആസ് ബാക്ക്ഗ്രൗണ്ട് എന്നും കൂടി അടിച്ചു. അതായത് മരങ്ങൾ വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന മാത്രമല്ല പുറകിലും വരണമെന്ന് മാത്രം കൂടി അടിച്ചു കൊടുത്തു. അതായത് നിങ്ങൾക്ക് ആ പ്രോംപ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ റെഡിയാവും. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് അതൊരു ഔട്ട്പുട്ട് തരും. എനിക്ക് ആദ്യം കിട്ടിയ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം.
നമ്മളിപ്പോൾ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഔട്ട്പുട്ട് ആയിരിക്കും. എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതായിരുന്നു. കണ്ടില്ലേ, മരങ്ങളെല്ലാം വെച്ചു. എൻ്റെ ആകെ ആ ഭാഗത്ത് ഞാൻ വെച്ചിരുന്ന ആ ഒരു ബാക്ക് ഡ്രോപ്പിൻ്റെ കളറ് കണ്ടോ, ഭയങ്കര പച്ച. അത് വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു. അത് ചേരുന്നില്ല. ബാക്കിയെല്ലാം ആ ഒരു സെയിം വീടിനെ മാറ്റാണ്ട് ഈവൻ കറക്റ്റർ ഞാൻ മാറ്റാൻ പറയുമ്പോൾ കറക്റ്റർ വരെ മാറ്റി തന്നു. ആ രീതിയിൽ ആ സെയിം ലൈറ്റിങ്ങിൽ സെറ്റപ്പിൽ എനിക്ക് കിട്ടിയായിരുന്നു ഔട്ട്പുട്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കാം. അതെ, നമുക്ക് വേറൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സേവ് ചെയ്തിട്ട് നോക്കാം. ലൈറ്റിങ് മാറ്റി, ഞാൻ ലൈറ്റിങ്ങിൻ്റെ പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്തില്ലാന്ന് തോന്നുന്നു. പക്ഷേ അതേ കണ്ടില്ലേ, എൻവയോൺമെൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും അതുപോലെ ഈ ഒരു ഭാഗത്തും മരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ ഈ നാനോ ബനാന വെച്ചിട്ട് മരങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഞാനതിൽ മോഡലിനെ ഞാൻ തൊട്ടിട്ടില്ല, മോഡൽ ടെക്സ്ചറിനെ ഞാൻ തൊട്ടിട്ടില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പണിയാണ്. അതൊക്കെ നമ്മൾ D5-ൽ തന്നെ ചെയ്യണം. കാരണം ക്ലയൻറ്റ് റിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡൽ ചേഞ്ച് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ വകുപ്പുണ്ടാവണം. AI-നോട് പറഞ്ഞ് മോഡലിൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ക്ലയൻറ്റ് അറിയില്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് ഇതേപോലെ പ്രോംപ്റ്റ് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. ഈ നാനോ ബനാനയിൽ തന്നെ ഞാനിപ്പോൾ കൊടുത്തിരുന്ന ആ പ്രോംപ്റ്റിൽ ലൈറ്റിങ്ങിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടാകും നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് റിമൂവ് ചെയ്യാം. അത് കണ്ട, മെയിൻറ്റെയിൻ ബാലൻസ്ഡ് നാച്ചുറൽ ലൈറ്റിംഗ്. ഇതെനിക്ക് വേണ്ട, ഇത് നമുക്ക് തട്ടാം. ഈ ഒരു ലൈൻ കളയട്ടെ. നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ഒന്നും കൂടി റീറൺ ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് റീറൺ. ആ ഒരു യെല്ലോ കളർ ലൈറ്റിങ് വന്നത് ശരിയായില്ല, നമുക്കത് വേണ്ട. ആ പ്രോംപ്റ്റ് ഒന്നും കൂടി തീ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കറൻറ്റ്ലി ഫ്രീ വെർഷനാണ്. നാനോ ബനാനയുടെ ഫ്രീ വെർഷൻ, D5-ന്റെ ഫ്രീ വെർഷൻ, ChatGPT-യുടെ ഫ്രീ വെർഷൻ, എല്ലാം ഫ്രീ വെർഷനിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള. കണ്ടോ, ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് സേവ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് ഇപ്പോൾ കിട്ടിയത്. പിന്നെ ഇമ്പ്രൂവ് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് സിമ്പിൾ വന്നിട്ടുണ്ട്. നിങ്ങൾ റെൻഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണില്ല കേട്ടോ. ഇമേജ് റെൻഡർ ചെയ്തെടുത്താൽ മതി. ഞാൻ എടുത്ത പോലെ ഞാൻ എളുപ്പത്തിന് വേണ്ടി സ്ക്രീൻഷോട്ട് ചെയ്തതാണ്. പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വന്നേക്കാനായിട്ടില്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ D5-ൻ്റെ പ്രൊവർഷൻ ഇല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു എളുപ്പവഴി എന്ന രീതിയിൽ ഞാൻ പറയണുള്ളൂ. കറൻറ്റ്ലി നാനോ ബനാന കത്തി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തേക്കണം, വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ നാനോ ബനാന വെച്ചിട്ട് നിങ്ങളുടെ ഈ അടുത്തൊരു നിങ്ങളുടെ കമ്പനിയുടെ ഹൗസ് വാമിങ് കഴിഞ്ഞൊരു വീടാണ്. ഇതാണ് ആ വീട്. ഈ വീട് ഇന്നായിരുന്നു ഹൗസ് വാമിങ്. അപ്പോൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നാനോ ബനാനയിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മാറ്റിയെടുത്തു. കണ്ടില്ലേ, അതായത് കടപ്പ സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു, ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇത്ര സൈസിൻ്റെ സ്റ്റോൺ ആയിരിക്കണം എന്നുള്ള രീതിയിലൊരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇതിനെ തന്നെ ഞാൻ മിനിമലായിട്ട് ചെയ്യാൻ പറഞ്ഞാണ് ഇങ്ങനെ കിട്ടിയത്. കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ എക്സ്ട്രാ പ്ലാന്റർ ബോക്സ് ഒക്കെ കയറി വരും നാനോ ബനാനയിൽ. അങ്ങനെയൊക്കെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാവുന്ന ഇത് കണ്ട, ഈ ഒരു കോമ്പൗണ്ട് വാളൊക്കെ നമ്മൾ നാനോ ബനാനയിൽ അടിച്ചെടുത്തതാണ്. ഈ വീടിൻ്റെ വെറുതെ സൈറ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു. കോമ്പൗണ്ട് വാൾ വേണമെന്നൊക്കെ പറഞ്ഞ് ചെയ്ത് റെഡിയാക്കിയതാണ്. അത് റെഫറൻസ് നമുക്ക് കൊടുത്ത് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ D5-ൽ ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു എളുപ്പ വഴി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ പെർഫോമൻസിലായാലോ ഇങ്ങനത്തെ ഒരു നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ വെർഷനിൽ ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ട് നമ്മൾ റെൻഡർ എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കരുത്, റെൻഡർ എടുക്കുക കേട്ടോ. പക്ഷെ മെറ്റീരിയൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാണ്. അതൊന്നും നമ്മൾ AI വെച്ച് മാറ്റാൻ നിൽക്കരുത്, മോഡലിനെ ഒന്നും മാറ്റാൻ നിൽക്കരുത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം ശ്രദ്ധിക്കുക. ഈവൻ വേണമെങ്കിൽ റോഡ് കാറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് AI-യിൽ ആഡ് ചെയ്യാം. അപ്പോൾ ബാക്കി വീടിൻ്റെ ഫുൾ ലൈറ്റിങ്, ഈ ഒരു സെറ്റപ്പും ഈ ഓവറോൾ ലൈറ്റിങ്ങും നിങ്ങൾ ഫ്രീ വെർഷനിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നാനോ ബനാനയിലേക്ക് വരാം. അതിൽ ഇട്ട് കൊടുത്ത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ പ്രോംപ്റ്റ് നേരെ ChatGPT-യോട് ചോദിക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, എനിക്കൊരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് നാനോ ബനാന കൊടുക്കാനായിട്ട് ആവശ്യമുണ്ടെന്ന് ടൈപ്പ് കൊടുത്ത് ChatGPT തരും. പിന്നെ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് റിഫൈൻ ചെയ്താൽ മതി. ആവശ്യമുള്ള എന്തെങ്കിലും കണ്ട് കളയാം. എന്നിട്ട് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ നോക്കാം. നമ്മൾ ഔട്ട്പുട്ടിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ലിമിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു
കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അനോപനാണ്, നമ്മളും പുറകിൽ പോകാൻ പാടില്ല യൂസ് ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.